ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റുഡീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിൽ നിന്നുള്ള PYQ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്കറിയാമല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് SCERTയിൽ കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ക്ലാസ് ഫുള്ള് കാണാൻ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാ? ശ്വാസകോശമാണ് അല്ലെ. ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള അവയവം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. അപ്പോൾ കട്ട വെച്ചിട്ട് തന്നെ കരൾ എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ശരീരത്തിലെ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് കേട്ടോ. അതിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ ആണ്. അപ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ശ്വസനം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അനൈശ്ചിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആക്ഷൻസ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയിലൊക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ തീർന്നു എന്നൊക്കെ പറയാറില്ലേ. അപ്പം അങ്ങനെ തന്നെ ഓർക്കുക കേട്ടോ. ശ്വസനം അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ആയിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. നമ്മുടെ ബെല്ലും ബ്രേക്കൊക്കെ പോവല്ലേ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: പേശികളെ കുറിച്ചുള്ള പഠനം, മയോളജി. നമ്മളൊരു മയത്തിലൊക്കെ പേശീനെയൊക്കെ ഒന്ന് നോക്കുക, അങ്ങനെയൊക്കെ ഓർക്കുക കേട്ടോ. ഫ്രനോളജി എന്തായിരുന്നു? ബ്രെയിൻ ആയിരുന്നു. നെഫ്രോളജി കിഡ്നിയാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഓസ്റ്റിയോളജി എന്ന് പറയുമ്പോൾ തന്നെ അസ്ഥി എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്ന ഏതാണ്? ബയോട്ടിൻ ആണ് അല്ലേ. അപ്പോൾ വൈറ്റമിൻ എച്ച്, ബയോട്ടിൻ, B7 എന്നൊക്കെ നമുക്കറിയാം. അടുത്തത്: ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം, യെസ്, ആൻസർ സെറിബെല്ലമാണ് അല്ലേ. സെറിബെല്ലം ആണ് നമ്മുടെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? എത്ര തരമാണ്? 4 തരമാണുള്ളത്. ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ക്ലാസ് എടുത്ത് കാണാം കേട്ടോ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ആൻസർ പ്ലൂറയാണ് അല്ലേ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പ്ലൂറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏതാണ്? എക്സെൻട്രിക് കോൺട്രാക്ഷൻ ആണ് കേട്ടോ. എക്സെൻട്രിക് കോൺട്രാക്ഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അടുത്തത്: പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സെറിബെല്ലം ആണ് കേട്ടോ. സെറിബെല്ലം. അടുത്തത്: ശരീരത്തിൻ്റെ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ. ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കട്ട പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, വെച്ചിട്ട് തന്നെ അല്ലേ, വൈറ്റമിൻ K ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ആണ് കേട്ടോ. O ആണ്. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. ഹീമോഫീലിയ ഏതാണ്? ഏപ്രിൽ 17 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഏപ്രിൽ 17. അടുത്ത ക്വസ്റ്റ്യൻ: സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. ഇമ്പോർട്ടൻ്റ് ആണ്. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സെറിബെല്ലമാണ് കേട്ടോ. സെറിബെല്ലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം അതേതാണ്? വോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിക്കുകയാണെങ്കിൽ ആൻസർ സെറിബ്രം. അതേസമയം ഇൻവോളണ്ടറി ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യണത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ തിരിഞ്ഞു പോരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് എന്താണ്? പാറ്റല്ലയാണ് കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ A ആയിട്ട് മാറുന്നത്? ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വൈറ്റമിൻ A ആയിട്ട് മാറുന്നത്? കരളിൽ വെച്ചിട്ടാണ് കേട്ടോ. കരളിൽ വെച്ചിട്ടാണ് ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ A ആയിട്ട് മാറുന്നത്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഏതാ? ജീവകം D ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രക്തപര്യന വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ വില്യം ഹാർവി. അപ്പോൾ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിൻ്റെ ഒരു ഫ്ലോ ഒക്കെ കണ്ടെത്തിയത് അല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഒഴുക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഹാർലി ഡേവിഡ്സൺ ആലോചിക്കാമല്ലോ അല്ലേ. ഒരു ഒഴുക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹാർലി ഡേവിഡ്സൺ നമ്മുടെ വണ്ടിയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വില്യം ഹാർവി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൃക്കയുടെ ഏത് ഭാഗത്താണ് അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത്? കോർട്ടെക്സ് ആണ് കേട്ടോ. അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് വൃക്കയുടെ ഏത് ഭാഗത്താണ്? കോർട്ടെക്സ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ C ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം ചോദിക്കുകയാണെങ്കിൽ ആൻസർ വൈറ്റമിൻ C ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? യോജക കല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതേതാണ് ആൻസർ വരുന്നത്? പേശികലയാണ്. ഓക്കെ, പേശികല. അടുത്ത ക്വസ്റ്റ്യൻ: മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എല്ലാവരും അറിഞ്ഞിരിക്കണം. എത്രയാണ് ആൻസർ? 1.3 to 1.4 kg ആണ്. അപ്പോൾ 1.4 kg വരെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക 1.3 to 1.4 kg. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലൂക്കോമ വേഗം പറഞ്ഞോളൂ. ആൻസർ കണ്ണാണ് അല്ലേ. അപ്പോൾ നമ്മുടെ നേത്രഗോളത്തിൻ്റെയൊക്കെ
നേത്രഗോളത്തിൻ്റെ ഒക്കെ പ്രഷർ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ണാണ്. അതേപോലെ തന്നെ നിശബ്ദനായിട്ടുള്ള കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കോമയാണ്. അതേസമയം നിശബ്ദനായിട്ടുള്ള കൊലയാളി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തസമ്മർദ്ദം, അതായത് BP. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന രോഗം ഏതാണ്? ആൻസർ തിമിരമാണ്. ഇപ്പോൾ 2 പോയിന്റ്സും കൂടെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ ട്രാൻസ്പെറൻസി കുറയുന്ന മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ ട്രാൻസ്പെറൻസി കുറയുന്ന അനുസരിച്ചിട്ടുണ്ടാവുന്നതാണ് തിമിരം എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രായമാകുമ്പോഴൊക്കെ ഉണ്ടാവുന്നതാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോർണിയയുടെ ട്രാൻസ്പെറൻസി കുറയുന്ന മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സെറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതായത് വൈറ്റമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് സെറോഫ്താൽമിയ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെരാട്ടോപ്ലാസ്റ്റി ശരീരത്തിൽ ഏത് അവയവമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? നമുക്കറിയാം കണ്ണാണ് അല്ലേ, കണ്ണാണ്. നെക്സ്റ്റ് വൺ, മയോപ്പിയ എന്ന രോഗം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണ് തന്നെയാണ്. മയോപ്പിയ കണ്ണ്. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഏതിനെയാണ്? ത്വക്കിനെയാണ് ബാധിക്കുന്നത് അല്ലേ, എക്സിമ ത്വക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ കാഴ്ചയ്ക്ക് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ദൂരത്തെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം ചോദിക്കുകയാണെങ്കിൽ 25 സെൻറ്റിമീറ്റർ. മനുഷ്യൻ്റെ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് കേട്ടോ. മനുഷ്യൻ്റെ നേത്രത്തിൽ പ്രതിബിംബം ഇമേജ് ഫോം ചെയ്യണം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ റെറ്റിന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ആൻസർ നീലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാഥമിക വർണ്ണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് മഞ്ഞ ഒഴിവാക്കാം അല്ലേ. റെഡ് ഗ്രീൻ ബ്ലൂ ആണുള്ളത്, അപ്പോൾ തന്നെ നമുക്ക് മഞ്ഞ ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കുക. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രാഥമിക വർണ്ണം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ നീലയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ത്വക്കിന് നിറം നൽകുന്നത് ഏതാണ്? മെലാനിൻ ആണ് കേട്ടോ. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ സൺബേണിന് കാരണമായിട്ടുള്ള കിരണങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്, UV റേസ് ആണ്. ചൂടിന് കാരണമാവുന്നതാണ് ഇൻഫ്രാറെഡ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അൾട്രാ വയലറ്റ് റേസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് അതെല്ലാം ഡാമേജ് ആവുന്നത്. മനുഷ്യൻ നേത്രത്തിലെ ഏത് ഭാഗമാണ് സാധാരണയായിട്ട് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? ഏത് ഭാഗമാണ്? കോർണിയാണ്. മനുഷ്യ നേത്രത്തിലെ ഏത് ഭാഗമാണ് സാധാരണമായിട്ട് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കോർണിയ. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ എത്ര കാലം എടുക്കും? 30 ദിവസമാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാവാൻ 30 ദിവസമാണ് എടുക്കുന്നത്. കേൾവി കുറവ് പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? ഓഡിയോ ഫോണാണ്. കേൾവി കുറവാണ് പറഞ്ഞിട്ടുള്ള ആൻസർ ഓഡിയോ ഫോൺ. അതേസമയം ഓഡിയോ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഈ ഡെസിമൽ മീറ്റർ പോലെ തന്നെയുള്ള സെയിം പർപ്പസ് തന്നെയാണ് ഓഡിയോ മീറ്റർ കേട്ടോ. അത് തിരിഞ്ഞു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം ഏതാ? മഞ്ഞയാണ്. കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം മഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തരുണാസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു അവയവം ഏതാണ്? മൂക്കാണ്. തരുണാസ്ഥി എന്നൊക്കെ പറഞ്ഞാൽ അധികം കട്ടിയില്ലാത്ത, കട്ടി കുറഞ്ഞിട്ടുള്ള അസ്ഥി കേട്ടോ. അപ്പോൾ ഏതാണ്? മൂക്ക്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പല്ലാണ് അല്ലേ. ബാക്കിയുള്ള ജ്ഞാനേന്ദ്രിയമാണ്. അടുത്ത് നോക്കാം. മനുഷ്യകർണത്തിലെ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ് അല്ലേ. നമുക്കറിയാലോ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. 3 അസ്ഥികൾ കേട്ടോ. മനുഷ്യകർണത്തിലെ അസ്ഥി ഏതാണ്? ചെവിയിലെ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ്. അപ്പോൾ അതിനകത്ത് സ്റ്റേപ്പിസ് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. മനുഷ്യ ശരീരത്തിലെ തുലനനില നിയന്ത്രിക്കുന്ന അവയവം? തുലനനിലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ചെവിയാണ് തുലനനില നിയന്ത്രിക്കുന്ന അവയവം. ട്രക്കോമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനെയാണ് കേട്ടോ ട്രക്കോമ ബാധിക്കുന്നത്, കണ്ണ്. അടുത്ത് നോക്കാം. സ്നെല്ലൻസ് ചാർട്ട് ഏത് കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു? ആൻസർ ഏതാ? കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സ്നെല്ലൻസ് ചാർട്ട് ഏത് കഴിവിന് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു? ഇതിനെയാണ് കാഴ്ചയാണ് കേട്ടോ. അടുത്ത് നമ്മൾ വൈറ്റമിൻസിനെ ബേസ് ചെയ്ത് SCERT കൊടുത്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കുക. കൊഴുപ്പിൽ ലയിക്കുന്ന ഫാറ്റ് സോളിബിളും ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സോളിബിൾ അല്ലെ, വെള്ളത്തിൽ ലയിക്കുന്നവ. അപ്പോൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേടാണെന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ വൈറ്റമിൻ K, E, D, A എന്നൊക്കെ ഓർത്ത് വെച്ചേക്കാം. ഇനി ഓരോന്നിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, ഒന്ന് കേട്ടേക്കാം കേട്ടോ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനൊക്കെ വൈറ്റമിൻ A ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരറ്റ് ഏതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ A ധാരാളമായിട്ട് കിട്ടുന്നത്. പിന്നെ വൈറ്റമിൻ Dനെ കുറിച്ച് പറയുമ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. കാൽഷ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ ആഗിരണം, അതേപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. പിന്നെ പാലുൽപ്പന്നങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ D കിട്ടുന്നത് അല്ലേ. പിന്നീട് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. ഇത് SCERT ആയതുകൊണ്ടാണ് കേട്ടോ എടുത്ത് വായിക്കുന്നത്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ E വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നിന്നാണ് കിട്ടുന്നത്? സസ്യ എണ്ണകളിൽ നിന്നൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്. ഇനി വൈറ്റമിൻ K പറയുകയാണെങ്കിൽ
നമുക്ക് കിട്ടുന്നത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നൊക്കെയാണ്. അതേപോലെ തന്നെ മുറിവുണ്ടാകുമ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്നു അല്ല കട്ട എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെയുള്ളത് വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോളിബിൾ ആണ്. അപ്പം വെള്ളം നമ്മൾ ബിസി ആണെങ്കിലൊക്കെ ഒരുപാട് കുടിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബിയും സിയും ആണ് വൈറ്റമിൻ ബിയും സിയും. അതേപോലെ തന്നെ വൈറ്റമിൻ ബി നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നത്? ധാന്യങ്ങളിലെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ബി കിട്ടുന്നത്. അതുപോലെ തന്നെ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം കേട്ടോ. ഇതൊക്കെയാണ് വൈറ്റമിൻ ബിയിൽ പറയുന്നത്. വൈറ്റമിൻ സിയിൽ എന്താ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, പിന്നെ ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി നല്ലതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ SCRT-ന്ന് സാധാരണ ഇപ്പോൾ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്, പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പോയിന്റ്സുകളൊന്നും മിസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സെക്ഷൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു ടേബിളും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന നിശാന്തത അല്ലെ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല, അതാണ് അതിൻ്റെ ലക്ഷണം. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ വായുപുണ്ണ്, നമുക്കറിയാം ബെറിബെറിയാണ്, വായിൽ വ്രണങ്ങളൊക്കെ നമ്മൾ കാണപ്പെടുന്നു അല്ലേ. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്നറിയപ്പെടുന്നു കേട്ടോ. അപര്യാപ്ത രോഗമാണ് പറയുന്നത്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പ്, അനീമിയ, അതുപോലെ തന്നെ രക്തക്കുറവ്, വിളർച്ച, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അയോഡിൻ കാരണം അതിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്, തൊണ്ടയിൽ മുഴ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.